സിവോൾ ഫാരി ട്രാജഡീനെ പറ്റിയിട്ട് പബ്ലിക്കലി പറയുന്നത് ആർട്ടിസ്റ്റിന്റെ കരിയർ വരെ എൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ BTS അതിനെക്കുറിച്ച് പറഞ്ഞില്ല, പകരം അതിനെക്കുറിച്ച് പാടി. അപ്പൊ BTSന്റെ വൺ ഓഫ് ദി ഫേമസ് സോങ് ആയിട്ടുള്ള സ്പ്രിംഗ് ഡേന്റെ ബാക്ക് സ്റ്റോറി അറിയോ നിങ്ങൾക്ക്? ഇനി ആരും കൺഫേം ചെയ്തിട്ടുള്ള ബാക്ക് സ്റ്റോറി അല്ലാതെ ഫാൻസിന്റെ ഇടയിൽ അവരായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി. അതായത് ആറും ലൈനിൽ വന്നോ പറഞ്ഞത് തന്റെ ഹൈസ്കൂൾ ഫ്രണ്ട്സിന് മിസ് ചെയ്ത കാര്യങ്ങളും ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്പ്രിംഗ് ഡേന്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളതെന്നാണ്. പക്ഷെ ഫാൻസിന് പറയാനുണ്ടെന്നത് വേറൊരു കാര്യമായിരുന്നു. അപ്പൊ 2014 ഏപ്രിലിനാണ് സിവോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെയറി സൗത്ത് കൊറിയൻ കോസ്റ്റിൽ മുങ്ങുകയും 304ഓളം പേര് അതിൽ മരിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ മരിച്ചതിൽ 250ഓളം വരുന്നത് ക്ലാസ് ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്ന ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയിരുന്നു. ഇനി ഈ ഒരു ദുരന്തത്തിൽ ആ രാജ്യത്തെ തന്നെ സങ്കടത്തിലാഴ്ത്തിയ ഒരു കാര്യമായിരുന്നു ആ ഒരു കപ്പൽ മുങ്ങണ സമയത്ത് അതിലെ ഇന്റർകോമിലൂടെ യാത്രക്കാർക്ക് റിപ്പീറ്റഡ്ലി കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെസ്സേജ്. അതെന്താന്ന് വെച്ചാല് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കാനായിരുന്നു ഈ ഒരു ഇന്റർകോമിലൂടെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും അത് കേട്ടിട്ട് അത് പറഞ്ഞതനുസരിച്ച് അവരെവിടെയാണോ നിന്നത് എന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കുകയും ഈ ഷിപ്പിന്റെ ക്യാപ്റ്റനും അതിലെ കുറച്ച് ജീവനക്കാരും ആ ഒരു ഷിപ്പ് ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ ആൾക്കാർ വരും അവിടെ കാത്തിരുന്നേന്ന് ആ ഒരു സ്റ്റുഡൻസ് ആ ഒരു ഷിപ്പിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പബ്ലിക് ഇമേജിന് വേണ്ടിയിട്ട് ഷിപ്പിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്ന ഫേക്ക് ന്യൂസ് ആയിരുന്നു സൗത്ത് കൊറിയയിൽ ഒന്നടങ്കം വന്ന് പരന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് സൗത്ത് കൊറിയൻ ഗവൺമെന്റും മീഡിയയും ഈ ഒരു സംഭവത്തിന് ക്രിറ്റിസിസം നേരിടുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ട്രാജഡീനെ പറ്റി പബ്ലിക്കലി പരാമർശിക്കുന്നത് പോലും ആർട്ടിസ്റ്റിനെ ഒക്കെ ബ്ലാക്ക് ലിസ്റ്റഡ് ആക്കുകയും അവരുടെ ആ ഒരു കരിയർ തന്നെ എൻഡ് ചെയ്യുകയും ചെയ്യണ ഒന്നായി മാറിയിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം 2017 ഫെബ്രുവരിയിൽ BTS സ്പ്രിംഗ് ഡേ പുറത്തിറക്കി. ഇനി ഒരു സ്പ്രിംഗ് ഡേയില് എത്ര നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യണം, ഇനി അവിടെ കുറച്ചു നേരം കൂടി കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ലിറിക്സ് ശ്രദ്ധിച്ചാലും അതുപോലെ തന്നെ ഈ ഒരു എൻറ്റയർ കൺട്രീനെ സങ്കടത്തിലാഴ്ത്തിയ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഇനിയും കുറെ ആളുകൾക്ക് പുറത്തു കടക്കാനായിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മീനിങ് വരുന്നുണ്ട് എന്നുള്ളത് ചില ലിറിക്സ് ശ്രദ്ധിച്ചാലും. അതുപോലെ ഈ ഒരു സ്പ്രിംഗ് ഡേന്റെ മ്യൂസിക് വീഡിയോയിൽ കാണിക്കുന്ന കുറെ വിഷ്വൽസ് എന്തൊക്കെയോ കോഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അതിലൊന്നാണ് ആ ഒരു കെറോസലില് യെല്ലോ റിബൺസ് കെട്ടിയിട്ടുള്ള ആ ഒരു സംഭവം. അത് ആ ഒരു ട്രാജഡിയിൽ മരിച്ച കുട്ടികളെ സിംബലൈസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ കടൽ തീരത്തടിഞ്ഞ ഷൂസ്, അതേപോലെ ഒരു റിയൽ മെമ്മോറിയൽ ഇൻസ്റ്റലേഷനെ മോഡലാക്കിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു കൂമ്പാരം പോലെ ലാർജ് എമൗണ്ടിൽ വാഷ് ചെയ്യാനായിട്ട് കുന്നുകൂടിയിട്ടുള്ള ആ ഒരു ഡ്രസ്സുകളുടെ ആ ഒരു സീന്. പിന്നെ ആ ഒരു MVയില് അവര് നിൽക്കുന്ന ആ ഹോട്ടലിന്റെ പേര് ഒമേലാസ് എന്ന ആ ഒരു പേര് സുലാക്കെ ലെഗിന്റെ 1973 പുറത്തു വന്ന ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ദി വൺസ് ഹു വാക്ക് അവേ ഫ്രം ഒമേലാസ് എന്ന ആ ഒരു ബുക്കിനെ ഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് ചെയ്യണ ഒന്നായിരുന്നു. ഈ ആ ഒരു ബുക്കിൽ പറഞ്ഞ കഥ എന്താന്ന് വെച്ചാല് ഒരു കുട്ടീന്റെ സഫറിങ്ങിന്റെ മേലെ പടുത്തെടുത്ത ഒരു പെർഫെക്റ്റ് സൊസൈറ്റീനെ പറ്റിയിട്ടായിരുന്നു. ചില ആൾക്കാർ ആ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുകയും ചില ആൾക്കാർ അതിനെ തള്ളി പറഞ്ഞ് അവിടുന്ന് നടന്നകലുകയും ചെയ്തു. അപ്പൊ ആ ഒരു നടന്നകുന്ന ആൾക്കാരെ പോലെ തന്നെ ഈ ഒരു MVയില് BTS ആ ഒരു ഒമേലാസ് എന്ന് പറഞ്ഞുള്ള ഹോട്ടലിൽ നിന്ന് പുറത്ത് കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ സ്പ്രിംഗ് ഡേയില് പറയാതെ പറയുന്ന ഈ ഒരു സ്റ്റോറിനെ കുറിച്ചിട്ട് BTS ഒരിക്കലും നേരിട്ട് വന്നിട്ട് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ ഫാൻസിന്റെ ഇടയിലും അതേപോലെ തന്നെ ഇന്റർനെറ്റിലും ഈ ഒരു സ്പ്രിംഗ് ഡേന്റെ ബാക്ക് സ്റ്റോറി വളരെയധികം ഫേമസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സിവോൾ ദുരന്തത്തിനെ കുറിച്ച് പറയാതെ പറയുന്ന സ്പ്രിംഗ് ഡേ റിലീസ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ BTS ചെയ്തിരുന്നത്. അവർ ഈ ഒരു സിവോൾ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ഫാമിലീസിന് വേണ്ടിയിട്ട് 100 മില്യൺ വോൺ ആയിരുന്നു കേട്ടോ അന്ന് ഡൊണേറ്റ് ചെയ്തിരുന്നത്. അതായത് മെമ്പേഴ്സ് ഇൻഡിവിജ്വലി 10 മില്യൺ വോൺ വെച്ചും ബിഗ് ഹിറ്റ് 30 മില്യൺ വോൺ വെച്ചും ടോട്ടൽ 100 മില്യൺ വോൺ ഈ ഒരു ഫാമിലീസിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ പറ, ഈ ഒരു സ്പ്രിംഗ് ഡേ കാണുമ്പോൾ ഇതിൽ ഏത് ബാക്ക് സ്റ്റോറിയാണ് നിങ്ങൾക്ക് കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്?